ഇന്ത്യയുടെ മുട്ടി നിൽക്കാൻ തുർക്കിയുടെ ഡ്രോണുകൾക്ക് സാധിച്ചില്ല. തുർക്കിയുടെ ബെയ് രക്തർ TB2 ബൈക്കർ യഹ്യ 3 എന്നീ ഡ്രോണുകളിലെ ഇന്ത്യ പരാജയപ്പെടുത്തിയ രീതി അതിപ്പോൾ തുർക്കിയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ ദുർബലമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിന് തുല്യമായിരിക്കുകയാണ്. ഇന്ത്യ സംഘർഷ സമയത്തും ഇന്ത്യക്ക് നേരെ ഒളിപ്പോര് നടത്താൻ തുർക്കിയും ആയുധങ്ങളും അതായത് അവരുടെ പട്ടാളങ്ങളടക്കം സജ്ജമായി രംഗത്ത് വന്നിരുന്നു. ഇതോടുകൂടി തന്നെ ഇന്ത്യക്ക് നേരെ തുർക്കി പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു അത്. തുർക്കി അവരുടെ ബെയ് രക്തർ TB2 ഉൾപ്പെടെയുള്ള ഡ്രോണുകൾ യുക്രൈനും അസർബൈജാനും നൽകിയിട്ടുണ്ടെന്നാണ് മറ്റൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇന്ത്യയുടെ അയൽ രാജ്യമായ മാൽദ്വീപ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവ ഈ ബെയ് രക്തർ TB2 അത് ആ ഡ്രോൺ വാങ്ങിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ബെയ് രക്തർ TB2 എന്ന ഡ്രോണിൽ വിശ്വാസം നഷ്ടമായിരിക്കുകയാണ്. ഇത് തുർക്കിയുടെ കോടികളുടെ ബിസിനസിനെ ബാധിക്കുകയും ചെയ്യുന്നു. പകരം ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനം, ആന്റി ഡ്രോൺ D4 സംവിധാനവും വാങ്ങാൻ നിരവധി രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്. എന്ത് തന്നെ ആയാലും ഇനി ഒരു ഓപ്പറേഷൻ സിന്ദൂർ രണ്ടാം ഭാഗം ഉണ്ടായാൽ പോലും എർഡോഗൻ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇന്ത്യയുടെ കയ്യിൽ ആകാശും ആന്റി ഡ്രോൺ D4ഉം അവിടെ റെഡിയായി തന്നെ ഇരിക്കുന്നു എന്നതാണ്. ആയുധ നിർമ്മാണ ശേഷിയിലും ഡ്രോൺ നിർമ്മാണ ശേഷിയിലും സൂപ്പർ പവറായി തന്നെ അറിയപ്പെട്ട റെസെപ് എർദോഗന്റെ തുർക്കിയെ ലോകത്തിന്റെ മുൻപിലേക്ക് നാണം കെടുത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിലെ 15 നഗരങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പറന്നെത്തിയ എല്ലാ തുർക്കി ഡ്രോണുകളെയും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ മുൻപന്തിയിൽ എർദോഗന്റെ യുദ്ധവീരന് മുഖം നഷ്ടമായി എന്നതാണ് മറ്റൊരു വസ്തുത. തുർക്കിയുടെ ബെയ് രക്തർ TB2 ബൈക്കർ യഹ്യ 3 എന്നീ ഡ്രോണുകളെ ഇന്ത്യ പരാജയപ്പെടുത്തിയ രീതി തുർക്കിയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ ദുർബലമാക്കുന്നു എന്ന് ലോകത്തോട് മുൻപിൽ വിളിച്ചു പറയുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനവും DRDO വികസിപ്പിച്ച ആന്റി ഡ്രോൺ D4 സംവിധാനവും തുർക്കിയുടെ ഡ്രോണുകളെ അടിച്ചു തകർക്കുകയും ചെയ്തു. 1980-ൽ വികസിപ്പിച്ചതാണ് ആകാശ്. DRDO, ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവ ചേർന്നുകൊണ്ട് സംയുക്തമായി തന്നെ വികസിപ്പിച്ചെടുത്ത ഇവയാണ് ഒരു മീഡിയം റേഞ്ചിലുള്ള ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കുന്ന പ്രതിരോധ മിസൈൽ സംവിധാനമാണ് ആകാശ് എന്ന് പറയുന്നത്. ശത്രുവിന്റെ ഡ്രോണുകൾ, വിമാനങ്ങൾ, മിസൈലുകൾ എന്നിവയിൽ നിന്നും ഇന്ത്യയുടെ ആക്രമണ സാധ്യതയുള്ള ഇടങ്ങളെ സംരക്ഷിക്കുകയാണ് ആകാശിന്റെ ദൗത്യമായി പറയുന്നത്. 4.5 കിലോമീറ്റർ മുതൽ 25 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആകാശ് മിസൈലുകൾ സഞ്ചരിക്കും. ഇതിന്റെ തത്സമയ മൾട്ടി സെൻസർ ഡാറ്റ പ്രോഗ്രാമിംഗ് അനുസരിച്ചുകൊണ്ട് തന്നെ അവിടെ പാഞ്ഞു വരുന്ന ശത്രു ഡ്രോണുകളെ എത്ര തന്നെയാണെങ്കിൽ പോലും അതിനെ എത്ര വേണമെങ്കിലും ഒരേ സമയം അടിച്ചിടാൻ ആകാശിന് സാധിക്കും. 12 ഡ്രോണുകളെ വരെ ഒരേ സമയം അടിച്ചിടുവാനും 64 ഡ്രോണുകളെ നിരീക്ഷിക്കുവാനും ആകാശിന് കഴിയും. ആകാശിന്റെ പ്രശസ്തി വിദേശ രാജ്യങ്ങളിൽ പോലും പ്രചരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. അതേപോലെ തന്നെ 2022-ൽ ഇന്ത്യ അർമേനിയയ്ക്ക് 15 ആകാശ് മിസൈൽ സംവിധാനം നൽകിയത് 6000 കോടി രൂപയ്ക്കാണ്. തുർക്കി ഡ്രോണായ ബെയ് രക്തർ TB2-നെ അടിച്ചിട്ട മറ്റൊരു സംവിധാനം ഇന്ത്യയുടെ ആന്റി ഡ്രോൺ സംവിധാനമായ D4 സംവിധാനമാണ്. 4 ഡിക്കൽ ആണ് ഇതിൻ്റെ സവിശേഷത. അതേപോലെ തന്നെ ഡ്രോണുകളെ ആദ്യം ഡിറ്റക്ട് ചെയ്യുക, അതായത് തിരിച്ചറിയുകയും ചെയ്യും. പിന്നീട് ഡിറ്റക്ട് ചെയ്യുക, അതായത് അവരെ തടയുകയും ചെയ്യുന്നു. പിന്നീടാകട്ടെ വലിയ രീതിയിൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. DRDO വികസിപ്പിച്ച ഈ ആന്റി ഡ്രോൺ D4 സംവിധാനം നിർമ്മിക്കുന്ന ഭാരത് ലിമിറ്റഡ്സ് ആണ് എന്നതാണ് മറ്റൊരു കാര്യം. ഡ്രോണുകളുടെ ഫ്രീക്വൻസി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നിർവീര്യമാക്കുക എന്നതാണ് ഈ ഒരു ജാമിംഗ് സംവിധാനം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലേസർ നയിക്കുന്ന എനർജി ആയുധങ്ങൾ ഡ്രോണുകളുടെ ചില ഭാഗങ്ങളെ അവിടെ ഉരുക്കിക്കളയുന്നതോടുകൂടി തന്നെ ഡ്രോൺ നിലം പൊത്തും എന്നതും മറ്റൊരു സവിശേഷതയായി പറയുന്ന കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.